നിലവില് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇന്നലെ നമുക്കറിയാം ഇറാന് അവരുടെ ഏറ്റവും ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ തിരിച്ചടികൾ ഉണ്ടാവുന്നുണ്ട്. തിരിച്ചടികൾ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേരും ആക്രമണവും പ്രത്യാക്രമണവും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇറാനിലെ പ്രമുഖരെല്ലാം വധിച്ചു കഴിഞ്ഞു. ഇനി അയത്തുള്ള ഖമേനിയുടെ വധഭീഷണി മുടക്കിയിട്ടുണ്ട്. അത് നെതന്യാഹു തള്ളിക്കളഞ്ഞിട്ടുമില്ല. നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കീഴടങ്ങാൻ ഉള്ള ആഹ്വാനമാണ്, അല്ലാതെ ഒത്തുതീർപ്പിനോ വെടിനിർത്തലിനോ ഉള്ള ആഹ്വാനം ഉണ്ടായിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. G7 രാജ്യങ്ങളും ഒരു പരിധിവരെ പിന്തുണ കൊടുക്കുകയാണ്. G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനവും ഇസ്രായേലിന്റെ ആക്രമണത്തെ ഒരു പരിധിവരെ ന്യായീകരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ സംഘർഷം ഇനി കൂടുതൽ രൂക്ഷമാകുകയുള്ളൂ. കാരണം ഇറാനിലെ അണ്വായുധങ്ങൾ തകർത്തേ അടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും നിൽക്കുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇപ്പോൾ പങ്കാളി അല്ലെങ്കിലും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്ന കാര്യം ട്രംപിന്റെ ട്വീറ്റുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഈ സംഘർഷം ഇനി രൂക്ഷമാകുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇന്നലെ എണ്ണവില കുതിച്ചുയരുന്നത് ചെറുതായി ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ പ്രശ്നം രൂക്ഷമാകുകയാണ്. നമുക്കറിയാം അതിനിടയ്ക്ക് ഗാസയില് ഇസ്രായേലിന്റെ ആക്രമണം ഇന്നലെ ഉണ്ടായി. ടാങ്ക് ആക്രമണങ്ങളിൽ 59 പേര് കൊല്ലപ്പെട്ടു. ഈ പലതരത്തിലുള്ള ആക്രമണം നടക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധവും ഇടയ്ക്കിടയ്ക്ക് രൂക്ഷമാകുന്നുണ്ട്. അപ്പൊ ആഗോളതലത്തില് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടിയും ഒക്കെ ഈ ആഗോള രാഷ്ട്രീയവും ആഗോള സൈനിക സ്ഥിതിയും ആഗോള സംഘർഷവും അതീവ രൂക്ഷമാക്കിയിരിക്കുകയാണ്. അതിനെ ഒരു പരിധി കൂടെ കൂട്ടുന്നതാണ് കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം. അത് എവിടെ വരെ എത്തുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഇസ്രായേൽ വളരെ രൂക്ഷമായ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. നമുക്കറിയാം ഇസ്രായേലിൽ ആദ്യം മരിച്ച കുറച്ചു പേർക്ക് ശേഷം പിന്നെ ഇസ്രായേലിൽ മരണം കുറവാണ്. അതേസമയം ഇറാനിൽ കാര്യമായ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇറാന്റെ തലസ്ഥാനത്തിലെ ഒരു ജില്ല മുഴുവനായി ഒഴിയാനായിട്ട് ഇസ്രായേൽ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. പൂർണ്ണമായി ഒഴിയാനായിട്ട് ട്രംപും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പ്രശ്നം രൂക്ഷമാകുന്നു എന്നതിന്റെ സൂചനകളാണ്. മറ്റൊരു കാര്യമുള്ളത്, ഖമേനി പ്രധാന അധികാരങ്ങളൊക്കെ ഇറാനിയൻ സൈന്യത്തിന് കൈമാറി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് എങ്ങനെ വേണം മനസ്സിലാക്കാൻ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയറവ് വെക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ അയത്തുള്ള ഖമേനിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. നമുക്കറിയാവുന്ന ഒരു ഏകാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അയത്തുള്ള ഖമേനി ബങ്കറിലാണ്, ഒളിവിലാണ്. കാരണം അയത്തുള്ള ഖമേനിക്ക് ഇപ്പോൾ പുറത്തു വന്നാൽ ഇസ്രായേൽ വധിക്കുന്ന കാര്യത്തിൽ സംശയം അദ്ദേഹത്തിന് പോലും ഇല്ല. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ സൈന്യത്തിന് കഴിയില്ല. കാരണം സൈനിക മേധാവികൾ അടക്കം കൊല്ലപ്പെടുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്തും സംഭവിക്കാം. ഒരു കീഴടങ്ങലിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്ന് ഇപ്പൊ പറയാനാവില്ല. കാരണം ഇസ്രായേല് ആ മേഖലയില് ഇസ്രായേലിലെ ഇറാന്റെയില് ഏറ്റവും അധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ള ഒരു രാജ്യമാണ്. അത് അമേരിക്ക രഹസ്യാന്വേഷണ വിഭാഗം, സൈനിക തലവന്മാർ, അത് ഇന്റലിജൻസ് വിഭാഗങ്ങള് അതിന്ന് പറയുന്നുണ്ട്. അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെയിലും വളരെ ശക്തമായ ആയുധങ്ങളാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം എവിടം വരെ എത്തുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നേറുകയാണ് ഇപ്പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.